നീ മാത്രമേ അമ്മയെക്കാളും അപ്പനെക്കാളും സ്നേഹിപ്പാൻ യോഗ്യൻ യേശു മാത്രം. സ്നേഹമുദരത്തിൽ എന്നെ നീ ചുമന്നു, കാൽവരിയാം വീട്ടിൽ ജന്മം നൽകി. സ്നേഹമുദരത്തിൽ എന്നെ നീ ചുമന്നു, കാൽവരിയാം വീട്ടിൽ ജന്മം നൽകി. ആണികളാൽ കൈകൾ ബന്ധിതനെങ്കിലും മനസ്സാകും കരത്താൽ എന്നെ തഴുകി. അമ്മയെക്കാളും അപ്പനെക്കാളും സ്നേഹിപ്പാൻ യോഗ്യൻ യേശു മാത്രം. ലോകമാം പാപത്തിൽ വീഴാതെ എന്നെ നീ കാക്കണം നാഥാ നീ പൊൻകരത്താൽ. ലോകമാം പാപത്തിൽ വീഴാതെ എന്നെ നീ കാക്കണം നാഥാ നീ പൊൻകരത്താൽ. നിൻ വചനം എന്റെ ഹൃദയത്തിൽ നൽകിയാലെത്തിടും നിശ്ചയം നിൻ ഗൃഹത്തിൽ. നിൻ വചനം എന്റെ ഹൃദയത്തിൽ നൽകിയാൽ എത്തിടും നിശ്ചയം നിൻ ഗൃഹത്തിൽ. അമ്മയെക്കാളും അപ്പനെക്കാളും സ്നേഹിപ്പാൻ യോഗ്യൻ യേശു മാത്രം. ഉറ്റവർ പോലും അകന്നുപോയപ്പോൾ അകലാതെ നിന്നതു നീ മാത്രമേ. ഉറ്റവർ പോലും അകന്നുപോയപ്പോൾ അകലാതെ നിന്നതു നീ മാത്രമേ. അമ്മയെക്കാളും അപ്പനെക്കാളും സ്നേഹിപ്പാൻ യോഗ്യൻ യേശു മാത്രം. എൻ്റെ യേശു മാത്രം, എൻ്റെ യേശു മാത്രം. കേട്ടിട്ടുണ്ടോ? ആരും പക്ഷേ കേട്ട് കാണാൻ സാധ്യതയില്ല. ഞാൻ എഴുതിയ പാട്ട് എൻ്റെ ട്യൂണാണ്. ഞാൻ തന്നെ പാടി നോക്കി. എല്ലാവരും സ്തോത്രം. അപ്പോൾ ആമേ സ്തോത്രത്തിന് ആമേ ഒത്തിരി പാട്ടുകൾ എഴുതാൻ ഇടയാക്കുന്നൊന്നും അങ്ങനെ വന്നിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല, വരാൻ പറ്റിയില്ല. സ്തോത്രം. അപ്പോൾ അതൊക്കെ എഴുതാനുള്ള കാരണം കൂടെ കൊണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങളുടെ ഒരു കുരുത്തക്കേടാന്ന് വെച്ചോ, ഞങ്ങൾ രണ്ടുപേരും ചെക്കപ്പ് ചെയ്യും. ചെക്കപ്പ് ചെയ്യാനുള്ള ആണ് അതിന് ആരംഭം ഇട്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പനിയുടെ അസ്വസ്ഥയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം ഇദ്ദേഹം ഈ കോവിഡിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലാണ്, ഇപ്പോഴല്ല, അതിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ആമേ സ്തോത്രം കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ആമേ സ്തോത്രം പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കോവിഡ് ആവുന്നു. ആമേ സ്തോത്രം റിസൾട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും അടയ്ക്കപ്പെട്ടു. ആമേ സ്തോത്രം. മക്കളും വരാനില്ല, കൊച്ചുമക്കളും കാണാനില്ല, എല്ലാവരും ആമേ ദൂരത്തു നിന്നും. അത് ഈ ആരംഭകാലത്തൊക്കെ ഭയങ്കര അതിൻ്റെ എന്താ അതിൻ്റെ പറയേണ്ട സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ്. ആരും കാണാനൊന്നും പല പഞ്ചായത്തുകാർ അറിഞ്ഞു. പഞ്ചായത്ത് ആമേ സ്തോത്രം ഞങ്ങളുടെ ഈ കോവിഡിൻ്റെ ഒക്കെ ചെക്കപ്പ് നടന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് തിരുവനന്തപുരം മുതലേ അറിഞ്ഞു. സ്തോത്രം. പൂയിപ്പള്ളി പഞ്ചായത്ത് താലൂക്ക് അറിഞ്ഞു, കൊട്ടാരക്കര താലൂക്കിൽ അറിഞ്ഞു, പൂയിപ്പള്ളി പഞ്ചായത്ത് അറിഞ്ഞു, പോലീസുകാർ അറിഞ്ഞു, ഇവിടുത്തെ മെമ്പർ അറിഞ്ഞു, മെമ്പർ നമ്മുടെ വാർഡ് മെമ്പർ അറിഞ്ഞപ്പോൾ പിന്നെ അവരങ്ങ് വിളംബരം ചെയ്തു, ഇന്നാക്ക് കോവിഡ് സംഗതി മൊത്തം കെട്ടി അടച്ചു. ആമേ സ്തോത്രം. വീടിനകത്തായി അങ്ങനെ റൂമിലിരുന്നപ്പോൾ എനിക്ക് തോന്നി സ്തോത്രം പാട്ടിനോടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആമേ അതുകൊണ്ട് പാട്ട് എഴുതിയാൽ കൊള്ളാതൊക്കെ ചിന്ത ഇങ്ങനെ വന്നപ്പോഴാണ് ആമേ സ്തോത്രം ആദ്യമായിട്ട് എഴുതിയ ആമേ സ്തോത്രം ഒരു പാട്ടായിരുന്നു. അങ്ങനെ വീണ്ടെടുക്കാൻ സഹിച്ച പങ്ക് പാടുകളേറെ ഞാൻ ഓർത്തിടുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നപ്പാ. ഞാൻ ഓർത്തിടുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നപ്പാ. അങ്ങനെ വീണ്ടെടുക്കാൻ പാവപങ്കിലും ഇല്ലാത്ത അങ്ങേ ഈ ലോകം ഇങ്ങനെ പാട്ട് എഴുതാൻ തുടങ്ങി.
ആമേ സ്തോത്രം. ഞാൻ മൈക്കിൽ കൂടി ഇങ്ങനെ പാടുന്നു, സെറ്റ് ഇങ്ങനെ കേൾക്കും ഇങ്ങനെ. അപ്പൊ പിന്നെ എഴുതാനൊക്കെ നല്ല സന്തോഷമായി. ആമേ സ്തോത്രം. ചിലരെ കേൾപ്പിച്ചോ കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒത്തിരി കൂടെ അങ്ങനെ എഴുതി വന്നപ്പോൾ ആമേ സ്തോത്രം കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് എഴുതിയപ്പോൾ അമ്മയെക്കാളും അപ്പനേക്കാളും ഒക്കെ സ്നേഹിപ്പാൻ യോഗ്യൻ യേശു മാത്രമാണ്. സ്തോത്രം. പിന്നെ യേശു നമുക്ക് വേണ്ടി ആമേ സ്തോത്രം സഹിച്ച പങ്കപ്പാടുകൾ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ കൂടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലേഖനം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആമേ സ്തോത്രം അമ്മയെക്കാളും അപ്പനേക്കാളും ഒക്കെ സ്നേഹിക്കാൻ യോഗ്യൻ യേശു മാത്രമാണ്. ഉറ്റവരൊക്കെ നമ്മുടെ കൂടെ കാണും, പക്ഷേങ്കിൽ ചില സന്ദർഭങ്ങളിൽ അവരെല്ലാം കൈവിട്ടാലും ആമേ സ്തോത്രം നമ്മൾ കൂടെ നടന്ന് നമ്മെ സഹായിക്കുന്ന ഒരു യേശുവിന്റെ സാക്ഷ്യമാണ് ഇവിടെ കേൾപ്പാൻ ഇടയായിട്ട് ദൈവമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രിയിൽ ആമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ പ്രസംഗം ആമേ സ്തോത്രം ഒന്നിനു പുറകെ നടത്തി ആമേ ചില കയ്യടി വാങ്ങുന്ന ആമേ ഒരു പ്രോഗ്രാം അല്ലത്. നമ്മുടെ അകത്തെ മനുഷ്യന് മാറ്റം വരണം. ആമേ സ്തോത്രം. ആമേ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് പ്രവചന ആത്മാവിൽ നമ്മൾ അറിയണം. സ്തോത്രം. ആമേ വെളിപ്പാടിൽ കൂടെ നമുക്ക് ആമേ സ്തോത്രം നമുക്ക് ലഭിക്കണം. ഇത്യാദി കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നല്ല സാന്നിധ്യം ഉണ്ടാകണം. സ്തോത്രം. അതിന് പരിശുദ്ധാത്മാവ് എല്ലാവരും നമ്മൾ ആമേ സ്തോത്രം അതിന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മൾ വിധേയപ്പെട്ട നമ്മെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിത്തീർന്നു. ഞാൻ ഓർക്കും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു ഉപവാസം 7 ദിവസത്തെ ഉപവാസം ഒത്തിരി ചെലവിട്ട് നടത്തുന്ന ഉപവാസം. അപ്പോൾ ആദ്യമേ വരുന്ന ദൈവാസന്മാർക്ക് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വരുന്ന ദൈവമക്കൾക്ക് കൊടുക്കുന്ന അതിന്റെ കാര്യാദികൾ ഇങ്ങനെയൊക്കെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നല്ലൊരു എമൗണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായി ഒന്നുമില്ല. പക്ഷേങ്കിൽ ആമേ പലപ്പോഴും നമുക്ക് സാധിക്കുന്നതിനുള്ള സത്യമാണ്, സാധിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. സുവിശേഷത്തിൽ മത്തായി സുവിശേഷം വായിച്ചു വരുമ്പോൾ ഒരു വാക്യമുണ്ടല്ലോ, 5-ാം അധ്യായം അതിൽ ഒന്നുകൂടെ വാക്യം വായിക്കുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ, എളുപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരാണോ നമ്മൾ? പലപ്പോഴും നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിച്ചാൽ ഈർഷ്യ, പിണക്കം, ജാരസംഘ, ക്രോധം, വിടക്ക്, കണ്ണ് എന്നീ ഇത്യാദി കാര്യങ്ങൾ 18 കാര്യങ്ങളിൽ 3/4 ഭാഗം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആത്മാവ് ദരിദ്രനാകുന്ന ഈർഷ്യയില്ലാത്തവരുണ്ടോ, പിണക്കമില്ലാത്തവരുണ്ടോ, ജാരസംഘയില്ലാത്തവരുണ്ടോ, ക്രോധമില്ലാത്തവരുണ്ടോ, അസൂയയില്ലാത്തവരുണ്ടോ? അതിന് ഒരു ഓപ്ഷൻ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്റെ ചോദ്യം. പിന്നെ എങ്ങനെ ആത്മാവകത്തിരിക്കും? ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് ഒന്ന് അബദ്ധം പറ്റിയെന്ന് 4 ദിവസം പള്ളി വരാത്ത, ആരാധനയ്ക്ക് വരാത്ത, 4 ആഴ്ചയിൽ പള്ളി വരാത്ത വ്യക്തിയോട് പ്രവാചകൻ പ്രവചിക്കുന്നേ കേട്ടിട്ടുണ്ട്. എന്നാൽ അവന് പാപത്തെ കുറിച്ച് അവനെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവൻ വെളിപ്പെടുത്താത്ത ചില രഹസ്യങ്ങൾ വച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ തലയിൽ കൈവച്ച് പറയുമ്പോൾ ആലോചിക്കുന്നത് ലൈവായി വായിക്കാൻ പഠിക്കും, ലൈവായി വായിക്കാൻ പഠിക്കും, ലൈവായി അവൻ സ്തോത്രം. ഒരുവൻ കൈ വെക്കുന്നതിനേക്കാൾ മുമ്പ് നിനക്ക് തരുവാൻ അവൻ പ്രാപ്തനായിരിക്കുമോ? അത് ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവ് അവൻ എന്റെ മേൽ വ്യാപരിക്കുവാൻ ഞാൻ സമ്മതനാണോ? ഒത്തിരി കാര്യമുണ്ട് ഈ വിഷയത്തോട് സൽപ്രവൃത്തികൾക്കായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സൽപ്രവർത്തിക്കുവാനും ദുഷ്പ്രവൃത്തികൾ വരാറുണ്ടായിരുന്നു. അത് നിശ്ചയമായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ വചനത്തിലെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ആ വചനത്തിന്റെ ശക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതുമായി സ്തോത്രം. രാത്രി നിശ്ചയമായി ദൈവം ഇടപെട്ടതുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് ഞങ്ങളെ സ്തോത്രം ചെയ്യുകയാണ്. അവതരണത്തിന് മുമ്പേ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാൻ, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ വിതരണം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും.